പട്ടികജാതി പട്ടികവർഗ ഉപസംവരണത്തിനുള്ള പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റേതാണ് ഈ തീരുമാനം. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബലു, പല വിധത്തിലുള്ള ഇററുകൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപസംവരണം വേണമെന്നൊരു ആവശ്യം ഉയർന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനം എന്താണ്? സുപ്രീം കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഈ പട്ടികജാതി പട്ടികവർഗത്തിലെ മേൽത്തട്ട് വിഭാഗത്തെ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഈ ഉപവിഭാഗത്തിന് സംവരണം, അതായത് സംവരണത്തിലെ ഉപവിഭാഗത്തിന് കണ്ടെത്തി അവർക്ക് ഈ കൂടുതൽ ഈ താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകാവുന്നതും എന്നായിരുന്നു സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതായിരുന്നു ആ ഉത്തരവ്. ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിമർശനങ്ങൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഉന്നയിച്ചിരുന്നു. ആ ഉത്തരവിനെ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിരിക്കുന്ന ഹർജിയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയുള്ള 7-അംഗ ഭരണഘടനാ ബെഞ്ച്, അതായത് നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ച അതേ ബെഞ്ച് ചേംബറിൽ പരിഗണിച്ചുകൊണ്ട് ഈ പുനഃപരിശോധനാ ഹർജി തള്ളിയിരിക്കുന്നത്. ഈ മുൻ ഉത്തരവിൽ യാതൊരു തരത്തിലുള്ള പിഴവില്ല എന്നും സുപ്രീം കോടതിയുടെ ചട്ടങ്ങൾ പ്രകാരം മുൻ ഉത്തരവ് ഭേദഗതി ചെയ്യേണ്ട അല്ലെങ്കിൽ പുനഃപരിശോധിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പുനഃപരിശോധനാ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഫലത്തിൽ ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.